അപകടം നടന്ന ഡൽഹിയിലെ റാവൂസ് IAS അക്കാദമിയിൽ ഒരുപാട് മലയാളി വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുണ്ട്. ഈ മരണപ്പെട്ട വിദ്യാർത്ഥികൾ ആരാണ് എന്നുള്ള വിവരം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. 3 പേരാണ് മരിച്ചിരിക്കുന്നത്. അപകട സമയത്ത് 40-ലധികം പേരാണ് ഈ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് മലയാളി വിദ്യാർത്ഥിയായ ആദിത്യൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ഇപ്പോൾ അനൂപം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദിത്യൻ എന്താണ് പറഞ്ഞത് എന്ന് കൂടി കേൾക്കാം. ഇവിടെ IAS അക്കാദമിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. രാത്രി മുതൽ തന്നെയുള്ള പ്രതിഷേധമാണ്. മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇവിടെ. എനിക്കിപ്പോൾ ആദിത്യൻ ചേരുന്നു. ആദിത്യൻ കോട്ടയത്ത് നിന്നല്ലേ? കോട്ടയം. ഇവിടെ ഒരുപാടായോ? ഇല്ല, ഞാനിപ്പം ഒരു 4 ദിവസമായുള്ളൂ. ഈ സംഭവം നടന്ന സംഭവം ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിയോട് കൂടി ശക്തമായ മഴയായിരുന്നു. മഴയിൽ വളരെ വലിയൊരു വെള്ളക്കെട്ടുണ്ടാവുകയും വെള്ളത്തിൻ്റെ ശക്തിയോടുകൂടി ഗേറ്റ് തകരുകയും വളരെ പെട്ടെന്ന് തന്നെ വെള്ളം ഇരച്ച് കയറി താഴെ ബേസിലായിരുന്ന ലൈബ്രറി നിറയുകയും സമയത്തൊരു 40 കുട്ടികളുടെ മുകളിൽ ഉണ്ടായിരുന്നു ലൈബ്രറിയിൽ. അപ്പം ആദ്യം ആൾക്കാർ പെട്ടെന്ന് ഓടി ഇറങ്ങുകയായിരുന്നു. പക്ഷേ അവസാനം ഉണ്ടായിരുന്ന 2-3 പേർക്ക് അതിന് സാധിച്ചില്ല. ഫുള്ളി എയർ കണ്ടീഷൻഡ് റൂമാണ്. പെട്ടെന്ന് നിറച്ച് കയറുകയായിരുന്നു. ഫുള്ളി എയർ കണ്ടീഷൻഡ് റൂമാണ്. ഡോർസ് ക്ലോസ്ഡ് ആയിരുന്നായിരിക്കും. അപ്പം അവസാനം 2-3 കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം അവരാണ് ട്രാപ്പായി പോയത്. എവിടെ നിന്നുള്ള കുട്ടികളാണ് കുടിക്കാന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് വിവരം വല്ലതും ഉണ്ടോ? ഇല്ല, അതിനെപ്പറ്റി ഒന്നും നമ്മളോട് ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. 2 പെൺകുട്ടികളും ഒരാണോ എന്നാണ് ഇതുവരെ അറിഞ്ഞേക്കുന്നത്. ഒരുപാട് മലയാളികൾ പഠിക്കുന്ന സ്ഥലമല്ലേ? മലയാളികളുണ്ട്. ഇഷ്ടംപോലെ മലയാളികളുള്ളതാണ്. പെട്ടത് മലയാളികൾ ഉണ്ടോ ഇല്ലോ എന്നൊക്കെ മലയാളികളുടെ ഒന്നും അറിയില്ല. നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ മുഴുവൻ ബാരിക്കേഡ് വെച്ച് അടച്ചേക്കുകയായിരുന്നു. പോലീസ് എല്ലാം കോൺഫിഡൻഷ്യലായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊന്നും അറിയില്ല ആരാണെന്നൊന്നും. ഇന്നലെ ശനിയും ഞായറും വീക്കെൻഡ് ബാച്ചുകൾ നടക്കുന്ന ദിവസമാണ്. ഇനി വീക്കെൻഡ് ബാച്ചിലെ കുട്ടികളാണോ ഒന്നും അറിയില്ല. ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കാറുണ്ട്. ഇനിയും അവരാണോ നമുക്ക് അറിയില്ല. ലൈബ്രറി എന്ന് പറയുന്നത് പിന്നെ ഈ പാർക്കിങ്ങിൻ്റെ താഴെ ബേസ്മെൻറ്റ് എത്ര ഉണ്ട്? 2 എണ്ണമാണോ? ലൈബ്രറി എന്ന് പറഞ്ഞാൽ ബുക്സ് അല്ല, സ്റ്റഡി ഹാളുകളാണ്. വളരെ വിസ്തീർണമായിട്ടുള്ള സ്റ്റഡി ഹാളുകളും എക്സാം സെൻറ്ററുമാണ്. അത് പാർക്കിംഗ് കഴിഞ്ഞിട്ട് സ്റ്റേഴ്സ് ഇറങ്ങി താഴോട്ട് പോയി അണ്ടർഗ്രൗണ്ട് ബേസിലാണ് ലൈബ്രറി വരുന്നത്. ലൈബ്രറി എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി ഫോൺസിനൊന്നും റേഞ്ച് ഇല്ലാത്ത എക്സാം പർപ്പസിന് വേണ്ടി ബിൽഡ് ചെയ്യുന്ന ഒരു വലിയ ഹോളാണ്. ആ ടൈപ്പാണ്. എന്തായാലും പ്രതിഷേധം ഇവിടെ തുടരുന്നുണ്ട്. ഏത് സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ് മരണപ്പെട്ടതെന്ന് സംബന്ധിച്ച ഔദ്യോഗികമായ വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും മലയാളികൾ കുറേയേറെ പഠിക്കുന്ന സ്ഥലമാണ് ഇത്. വൈശാഖ് ജയപാലിനൊപ്പം ഡൽഹിയിലെ രജീന്ദ്ര നഗറിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.